ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞും നമ്മുടെ ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുക. അപ്പോൾ വീട്ടിൽ എല്ലായിടത്തും നോക്കിയിട്ട് ബാലനെ കാണാതാകുമ്പം ഗോമതി ടെൻഷനോട് കൂടി പുറത്തോട്ട് ഇറങ്ങി പോവുക. അപ്പോൾ അവിടെ ബാലൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന കാണുന്ന ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്തു പറ്റി ബാലേട്ടാ, എന്താ ഈ ചിന്തിച്ച് കൂട്ടി നിൽക്കുന്നത് എന്ന് ചോദിക്കുക. ഗോമതി, നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ അതൊക്കെ ചിന്തിച്ച് നിന്നത് എന്ന് പറയാം. ബാലേട്ടൻ ഇന്ന് കടയിൽ പോകുന്നില്ലേ, ഇപ്പം തന്നെ പോകാതായിട്ട് 2 ദിവസം ആയില്ലേ എന്ന് ചോദിക്കുമ്പം പറയും, കടയിലേക്ക് പോയിട്ട് ഈ വീടിൻ്റെ പുറത്തിറങ്ങാൻ പോലും എനിക്ക് തോന്നുന്നില്ല ഗോമതി എന്ന് പറയണം കേട്ടോ. ബാലേട്ട, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയും അതിനെപ്പറ്റി ഇനി ആലോചിച്ച് സ്വയം വേദനിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ലാഭം ഉണ്ടാകുന്നത്? നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ എന്ന് ചോദിക്കുക. എനിക്ക് കഴിയുന്നില്ലടോ, എങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് പേടിയാ പുറത്തിറങ്ങാൻ പോലും. നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? ഇപ്പം തന്നെ ദേവമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഈ നാട്ടുകാർ മുഴുവനും അറിഞ്ഞിട്ടുണ്ടാവും. അവരൊക്കെ എങ്ങനെ അറിയാനാ ബാലേട്ട എന്ന് ഗോമതി ചോദിക്കേ. അത് കേൾക്കുന്ന ബാലൻ പറയും, ആൾക്കാരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ല. ഈ നാട്ടുകാർ മുഴുവനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഒന്നും മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ല. അവരൊക്കെ എന്നെ കളിയാക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇത്രയും നാളും ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്നേഹമായിരുന്നു. ഒരു ചതിയോ വഞ്ചനയോ ഒന്നും ആരോടും ഞാൻ കാണിച്ചിട്ടില്ല. നീതിബോധത്തോടെ ജീവിച്ചിട്ടുള്ളൂ. എന്നിട്ടും എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ അരങ്ങേറി. എനിക്ക് പേടിയാ ഗോമതി. ഈ നാട്ടുകാർ മുഴുവനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഞാൻ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കും? ഇത്രയും നാൾ ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്നേഹമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് പേടിയാ. ആൾക്കാർ എൻ്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പോ എന്നുള്ള പേടിയാ. ബാലേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ബാലേട്ടൻ്റെ തെറ്റുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നമ്മുടെ കുടുംബത്തിൽ ഒരു ദുരന്തം സംഭവിച്ചു, അത് എന്ന് കരുതി എത്ര നാൾ നമ്മൾ അത് ഓർത്ത് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കും എന്ന് ഗോമതി ചോദിക്കുക. എനിക്ക് കഴിയില്ലടോ, എനിക്ക് ഒന്നിനും വയ്യ. നമ്മൾ വിശ്വസിച്ച് സ്നേഹിച്ച നമ്മുടെ മോള് തന്നെ ഇതുപോലൊരു തെറ്റ് നമ്മളോട് ചെയ്തല്ലോ എന്നും പറഞ്ഞ് ബാലൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഗോമതി പറയും, ബാലേട്ടൻ ഇങ്ങനെ സ്വയം കരഞ്ഞുകൊണ്ട് എത്ര നാളിരിക്കും? നമ്മൾ മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റുള്ളൂ. ബാലേട്ടൻ ഇന്ന് കടയിൽ എന്തായാലും പോകണം. കടയിലെ കാര്യങ്ങളൊക്കെ ബാലേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം തന്നെ അവതാളത്തിലായിട്ടുണ്ടാവും എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലൻ പറയും, കടയിൽ വരുന്ന ആളുകളൊക്കെ അറിഞ്ഞു കാണും. അവരെയൊക്കെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നാടോ താൻ പറയുന്നത് എന്ന് ചോദിക്കുക. ഇല്ല ബാലേട്ട, അറിഞ്ഞെങ്കിൽ തന്നെ ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ബാലേട്ടൻ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചത്? സ്വന്തം മോളെ നേർവഴിക്ക് നയിക്കാൻ അറിയാത്തൊരു അച്ഛനായി പോയില്ലടോ ഞാൻ എല്ലാവരുടെയും മുന്നിൽ. ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കാതെ ബാലേട്ടൻ കടയിലേക്ക് പോകാൻ നോക്ക് എന്നും പറഞ്ഞ് ഗോമതി നിർബന്ധിക്കുക. പക്ഷെ ബാലന് പോകാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറി വിഷമത്തോടു കൂടി ഗോമതി പോവുകയാണേ. അപ്പോൾ അടുക്കളയിൽ ചെന്ന് ഓരോരോ പണികൾ ചെയ്യുമ്പോഴും ഗോമതിക്ക് മനസ്സൊരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ല. അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് മീനു അടുക്കളയിലേക്ക് വരുന്നത്. അമ്മ എന്താ ഈ ചെയ്യുന്നത്? അമ്മയുടെ ശ്രദ്ധ ഈ ലോകത്തൊന്നും അല്ലേ എന്ന് ചോദിക്കുക. ശ്രദ്ധയൊക്കെ എവിടെയോ പോയി. എന്തൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയതാ മീനു. എത്ര വിധം സന്തോഷത്തോടെ പോയ കുടുംബമാണ് ഇപ്പം കണ്ടില്ലേ. എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങി. സമാധാനമുണ്ടോ ഇവിടെ ആർക്കെങ്കിലും? ഇന്നലെ ആനന്ദിൻ്റെ കോലം തന്നെ കണ്ടില്ലേ. മദ്യം കൈകൊണ്ട് തൊടാത്തവനാ, ഇന്നിപ്പം അവൻ മദ്യപിക്കാനും തുടങ്ങിയിരിക്കുന്നു. ആ ദേവിമോളുടെ അവസ്ഥ കണ്ടില്ലേ. എല്ലാം കൊണ്ടും ആ കുട്ടി തളർന്നു പോയിരിക്കുക എന്ന് പറയാം. അപ്പം മീനു പറയും, അമ്മ വേണ്ടേ എല്ലാവർക്കും ആശ്വാസം പകരാനായിട്ട്? അമ്മ തന്നെ ഇങ്ങനെ തളർന്നു പോയാൽ എന്താ ചെയ്യുക? ബാലേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇന്നേ വരെ എന്ത് സംഭവിച്ചാലും നെഞ്ചുറപ്പോടെ നിന്നിരുന്ന മനുഷ്യനാ. പക്ഷേ അനുമോള് ചെയ്ത ഈ ചതി ആ മനുഷ്യനെ താങ്ങാനായിട്ടില്ല. തകർന്നു നിൽക്കുക. കടയിൽ പോലും പോകാൻ കൂട്ടാക്കുന്നില്ല. ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കുന്നാ പറയുന്നത്? ആത്മാഭിമാനത്തോടെ മാത്രം ജീവിച്ചിരുന്ന ആളാ ഇപ്പം എങ്ങനെയാ എൻ്റെ ബാലേട്ടൻ ഇതിനെയൊക്കെ അതിജീവിക്കുക എന്നൊക്കെ ഗോമതി പറയാണ്. എല്ലാത്തിനും കാരണം അവളാ. അവളെ അമിതമായിട്ട് സ്നേഹിച്ചു, ലാളിച്ചു, വിശ്വസിച്ചു. അതിനുള്ള ഫലം അവൾ തരികയും ചെയ്തു. ഇതുപോലെ കണ്ണുവടിച്ച് ഒരിക്കലും അവളെ ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അവളെ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ശിക്ഷിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഗോമതി പറയണേ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മീനു പറയും, നമ്മുടെ അനുമോള് തെറ്റുകാരി അല്ലമ്മേ. അവളുടെ ഭാഗത്തെ ന്യായം കൂടി എല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരാളെ ഇത്രയും ക്രൂശിക്കുമ്പം അവരെത്രമാത്രം വേദനിക്കുമെന്ന് ചിന്തിക്കണം എന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ ഗോമതി പറയും, അവളെപ്പറ്റി നീ ഒന്നും ന്യായീകരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട മീനു എന്ന് പറയാം. അമ്മയെങ്കിലും അവളുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കമ്മേ. അവൾക്ക് പ്രായം എത്രയുണ്ട്? നമ്മളുടെ ആരുടെയും പക്വതയോ പ്രായമോ ഒക്കെ അവൾക്കുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന പോലെ അവളും ചിന്തിക്കണമെന്ന് കരുതിയാൽ അതൊരിക്കലും നടക്കില്ലമ്മേ. എല്ലാവരും ലാളിച്ച് വളർത്തി വന്ന ഒരു പെൺകുട്ടി. അവൾ കരുതി കാണും ഈ 2 കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുത അകറ്റാൻ അലോകമായിട്ടുള്ള ബന്ധം കൊണ്ട് സാധിക്കുമെന്ന്. ആ തോന്നലിൽ നിന്നാവാം അവനോട് പ്രണയം തോന്നിയത്.
പക്ഷേ ആ ബന്ധം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളായിട്ട് തന്നെ അതിൽ നിന്ന് പുറത്തും വന്നതാ. ഇത് അവളുടെ അറിവോടെയോ സമ്മതത്തോടെയല്ല അലോക് റൂമിൽ കയറി ഒളിച്ചിരുന്നത്. അവനീ പ്രവർത്തിച്ചതൊക്കെ അവൾക്ക് യാതൊരു അറിവുമില്ല. ഇനിയും അവളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തല്ലേ അമ്മേ, അമ്മയെങ്കിലും അവളെ മനസ്സിലാക്കണം എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗോമതി പറയും, എന്ത് മനസ്സിലാക്കാൻ? അലോക് ഇവിടെ വന്നതിൽ അവൾക്ക് അറിവില്ലായിരിക്കും. പക്ഷേ ഇതിനൊക്കെ തുടക്കം എവിടെ നിന്നാ? അവൾക്ക് അലോകിനോട് തോന്നിയ പ്രണയത്തിൽ നിന്നല്ലേ? ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ഒരു കല്യാണം കൊണ്ട് അവസാനിക്കുമെന്ന് അവൾക്ക് തോന്നിയതിൽ എന്തൊരു വിഡ്ഢിത്തം അത്. അങ്ങനെയാണെങ്കിൽ മിത്രയും ആര്യനും തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ ആ ശത്രുതയൊക്കെ അവസാനിച്ച് ഇരു കുടുംബങ്ങളും സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടതല്ലേ? ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അവൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം മീനു പറയും, അവൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലമ്മേ. നമ്മളെല്ലാവരും അത്രയേറെ കൊഞ്ചിച്ച് വളർത്തുന്നൊരു പെൺകുട്ടിയല്ലേ അവള്, അതിൻ്റെതായ കുറവുകൾ അവൾക്കുണ്ട് എന്ന് പറയാണ്. വേണ്ട മീനു, നീ ഇനി ഒന്നും പറയണ്ട. എൻ്റെ മനസ്സ് ആകെ കലങ്ങി മറിയാണ്. അവളോട് ഉടനെ ഒന്നും ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാം. അമ്മയ്ക്ക് ഉടനെ ക്ഷമിക്കാൻ സാധിച്ചില്ലെങ്കിലും അവളെ ഇനിയും കുറ്റപ്പെടുത്തരുതമ്മേ. അവള് എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ ആർക്കാ നഷ്ടം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതോടെ കേൾക്കുമ്പം ഗോപതി പേടിച്ച് വരയ്ക്കുക. മീനു, നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുക. ഞാൻ ഇതുവരെയും ആരോടും ഇത് പറയാത്ത കാര്യമാണ്, പക്ഷേ അമ്മയോട് ഇത് പറയണമെന്ന് തോന്നി. അനുമോള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചമ്മേ. അപ്പം തന്നെ അച്ഛൻ്റെ അവഗണന അവൾക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയേറെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ട് എല്ലാവരും ഒരു നിമിഷം കൊണ്ട് അതൊക്കെ തിരിച്ചെടുത്താൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷിയൊന്നും നമ്മുടെ അനുമോക്കില്ല. നീ എന്തൊക്കെയാണ് മീനു പറയുന്നത്? അനുമോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയോ? അതെ, തക്ക സമയത്ത് ഞാൻ കണ്ടതുകൊണ്ടാണ് അവള് ബുദ്ധിമോശമൊന്നും ചെയ്യാതിരുന്നത്. ഞാൻ അവളെ വഴക്ക് പറഞ്ഞ് അതിൽ നിന്ന് തിരുത്തി. ഇനിയും എല്ലാവരും കൂടി അവളെ ഈ രീതിയിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് തീരാ നഷ്ടത്തിലേക്ക് വഴി തെളിക്കൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന ഗോമതി ആകെ സങ്കടത്തോടു കൂടി അനുവിൻ്റെ ഭാഗവും ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അനു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് റൂമിലിരിക്കുക. കണ്ണീര് തോരാതെ അവൾ കരച്ചിലാണ് കേട്ടോ. താൻ കാരണം തൻ്റെ കുടുംബം എത്രമാത്രം നശിച്ചു പോയിരിക്കുന്നത്. ഇന്ന് തൻ്റെ ഏട്ടന്മാർ തന്നെ പൂർണ്ണമായിട്ടും വെറുക്കുന്നു. ഇതിനൊക്കെ കാരണക്കാരി താനാ. എൻ്റെ ഭാഗത്തെ ന്യായം ഒരിക്കലും ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് കരഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മീനു അവിടേക്ക് ചെല്ലുന്നത്. അനുവിൻ്റെ കോലമൊക്കെ കാണുമ്പോൾ മീനുവിന് സഹതാപം തോന്നും. അനുമോളെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുതെന്ന്. നിൻ്റെ ഏട്ടന്മാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നീ കുറച്ച് സമയം കൊടുക്ക്, ഒരു സാവകാശം കൊടുക്ക്. നിൻ്റെ ഭാഗത്തെ ന്യായം അവർ മനസ്സിലാക്കും, നിന്നെ പഴയ പോലെ സ്നേഹിക്കുകയും ചെയ്യും. ചേച്ചി, ഞാൻ കാരണമല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എൻ്റെ ഏട്ടന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നും മുഖത്ത് നോക്കാനുള്ള ത്രാണി എനിക്കില്ലല്ലോ. ഞാൻ കാരണം അവരെത്രമാത്രം അപമാനിതരായി ഈ സമൂഹത്തിന് മുന്നിൽ. എല്ലാം ഞാൻ കാരണമാണ്. മോളെ, നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തരുത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, ഇനി അതോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? മോള് അതിൽ നിന്ന് പുറത്ത് കടക്കണം. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ കാരണമല്ലല്ലോ അലോക് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ കുറ്റബോധത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ എന്ന് അനുവിനെ സമാധാനിപ്പിക്കാനായിട്ട് മീനു പറയാണ്. മീനുവിൻ്റെ വാക്കുകൾ ഒരു പരിധിവരെ അനുമോളുടെ സങ്കടം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രാവിലെ തന്നെ ആനന്ദ് ഉണർന്നു കഴിയുമ്പോൾ ദേവി അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കും, ആനന്ദേട്ടാ, ഇതെന്ത് ഭാവിച്ച പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങുന്നതെന്ന്. അത് കേൾക്കുമ്പം ആനന്ദ് പറയും, മനുഷ്യനായ സമാധാനം വേണം. എനിക്ക് ഈ ലോകത്തിപ്പം ഒരിടത്ത് സമാധാനമില്ല. അതുകൊണ്ട് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദ്യപിച്ചത് എന്ന് ദേവിയോട് ഇച്ചിരി ദേഷ്യത്തിൽ പറയണം കേട്ടോ. എന്തിനാ ആനന്ദേട്ടാ എന്നോട് ഇത്ര വിധം അവഗണന കാണിക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ ഒരു തെറ്റും ചെയ്തില്ലേ ദേവി എന്നപ്പോൾ ആനന്ദ് ചോദിക്കുകയാണോ, ഞാൻ കാരണമാണോ ആനന്ദേട്ടാ നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കാം. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ. എനിക്കിനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനില്ല ദേവി, നിന്നോട് എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ആനന്ദ് ബാഗും എടുത്ത് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അമ്മയുടെ പെരുമാറിയിലൊക്കെ നമ്മുടെ ആനന്ദിനൊരു കുറ്റബോധമുണ്ട്. അമ്മയെ നിങ്ങളെന്ന് അഭിസംബോധന ചെയ്ത കാര്യമൊക്കെ. പക്ഷെ അങ്ങോട്ട് പോയി അമ്മയോട് മിണ്ടാന് തൻ്റെ കുറ്റബോധം സമ്മതിക്കുന്നുമില്ല. അപ്പോൾ ഗോമതി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആനന്ദ് ശ്രദ്ധിക്കുവേ. പക്ഷേ ഗോമതി ആനന്ദിനെ കാണും, പക്ഷെ അടുത്തേക്ക് ചെല്ലത്തില്ല. അത് കാണുന്ന ആനന്ദിന് ഒരുപാട് സങ്കടം തോന്നുക. അപ്പം ഗോമതിൻ്റെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. ഗോമതി ചോദിക്കും, എന്താ ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? അല്ല, നിന്റെ ദേഷ്യം തീർക്കാനുണ്ടെങ്കിൽ അതും തീർത്തോ എന്ന് പറയാ. അതുമല്ല, ഇനിയിപ്പം മദ്യപിച്ച് വരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെയും ആകാം. ഇവിടെ ആരും എതിർക്കാൻ നിൽക്കുന്നില്ല. നിനക്ക് മാത്രമല്ല ഇവിടെ ദുഃഖമുള്ളത്. ആ റൂമിൽ നിന്റെ ഭാര്യയുണ്ട്. ആ കുട്ടിയുടെ അവസ്ഥ കൂടി നീ ചിന്തിക്കണം. നിന്നെപ്പോലെ തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാ അവക്കും. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയാണ് അവള്. അവളുടെ ശരീരവും മനസ്സും എത്രമാത്രം ദുർബലമാണെന്ന് നിനക്ക് ചിന്തിക്കത്തില്ലേ ആനന്ദേ? നീ അവൾക്ക് താങ്ങായിട്ട് നിൽക്കേണ്ട സമയം ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മനസ്സ് ഉടഞ്ഞു പോകില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും ആനന്ദ്
മറുപടി പറയുന്നില്ല കേട്ടോ. എന്നിട്ട് അമ്മയോട് പറയും, അമ്മ ഇന്നലെ മനഃപൂർവ്വമല്ല, എൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണ് ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടത്, എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആനന്ദിൻ്റെ ആ ക്ഷമ ചോദിക്കലിൽ തന്നെ നമ്മുടെ ഗോമതിയുടെ മനസ്സ് അലിയുകയാണ്. നീ ക്ഷമയൊന്നും ചോദിക്കേണ്ട, എനിക്കറിയാം നിൻ്റെ മനസ്സ് കൈവിട്ടു പോയതാണെന്ന്. നീ ദയവ് ചെയ്ത് ദേവിമോളോട് ദേഷ്യം ഒന്നും കാണിക്കരുത്. അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം നീ അവളോട് പെരുമാറാൻ എന്ന് ഗോമതി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി നാളത്തെ എപ്പിസോഡ് അവസാനിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും